ഇത് ഈ പിള്ളേര്, ഞാൻ പറയാം, പിള്ളേര് വർഗീയതയൊന്നും പറയണ്ട കേട്ടോ. വർഗീയമായിട്ടൊന്നും അതിനെ കാണരുതെന്നാണ് എന്റെ വിനയത്തോടെ അപേക്ഷ. കാരണം അവർ കാണിച്ചത് ശുദ്ധ മര്യാദകളാണ്. ഞാൻ പറഞ്ഞു ശുദ്ധ മര്യാദകളാണ്, തെറ്റാണ്, ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഞാൻ പറഞ്ഞു ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, സംശയം ഇപ്പോഴേ പച്ചയ്ക്ക് പറയുന്നു. പക്ഷേ അത് സമുദായമായിട്ട് കൂട്ടണ്ടാകും. കാരണം സമുദായം എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലുള്ള കുറെ പിള്ളേർ ഇത് കൂടി ചെയ്തുകൊണ്ട് ഈരാറ്റുപേട്ട എല്ലാ പിള്ളേരും ഇത് കൂടെ മോശമെന്ന് പറയാൻ പറ്റുമോ? ഈരാറ്റുപേട്ടയിൽ ഒരു 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 3-4% വർഗീയവാദികളും ഉണ്ടായേക്കാം. മുസ്ലിങ്ങളെല്ലാം മോശമെന്ന് പറയാവോ? അതൊന്നും പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അറിയുന്നവന്മാരെല്ലാം ആ 27 പിള്ളേര് കഴിഞ്ഞ 2.5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ തേവരുവാറയ്ക്ക് പോയപ്പം എന്റെ വണ്ടി തടഞ്ഞ് എന്നെ കൂവുകയും കാറുകയും ചെയ്ത് വഴക്കുണ്ടാക്കിയവന്മാരാ. അവന്മാരാ ഞാൻ എനിക്ക് വോട്ട് വേണ്ടെന്ന് പറയുന്നത് എനിക്ക് ഇതായിട്ട് പ്രചരണം നടത്തി ഇപ്പൊ ഈരാറ്റുപേട്ട ഒരു വോട്ട് പോലും എനിക്കില്ലെന്നാക്കിയവന്മാരാ. അതായത് സ്ഥിരം കുഴപ്പക്കാരന്മാര്. പക്ഷെ അവരെ നിയന്ത്രിക്കാൻ ആളില്ല. പോലീസ് ശരിയായാലേ മര്യാദയാവൂ. പോലീസ്, ഞാൻ പറയാം, ക്യാമറ വെച്ചിരിക്കുന്ന പറയാം അരിത്രപ്പള്ളിയുടെ പിന്നിലാ. അരിത്രപ്പള്ളിയുടെ പിന്നിലാണോ ഏറ്റവും കൂടുതൽ പൂക്കൃത്തരം നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഒറ്റ എണ്ണം ഒരു മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെക്ക് ചെയ്താലേ മാർക്ക്, ഒരു വണ്ടി ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ അറിയാവോ, NIA ഓഫീസ് ഈരാറ്റോടെ തുടങ്ങിയിരിക്കുക, അറിയാവോ നമ്പ്യാർക്ക്? വേറെ ആയിരുന്നു ഇതൊന്നും. കേരള പോലീസ് വേറൊന്നും കേട്ടോ. ഞാൻ ഇന്നലെ മിനിയാന്ന് പള്ളി അവിടെ നിൽക്കുക. അപ്പം ഇവിടെ ഈ നടക്കക്കാരനടുത്തുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരൻ. അവൻ പോലീസിലാന്ന്. അവൻ പോലീസിലായിട്ടാണ്, സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അവൻ കേസെടുത്തിരിക്കുക. അവൻ മൊഴി കൊടുത്ത് കേസെടുത്തിരിക്കുക ക്രിസ്ത്യാനിയുടെ പേരിൽ. മതിയോ? അപ്പൊ അവന്റെ ഉദ്ദേശം തന്നെ ആ കേസിന് അടിസ്ഥാനം എന്താ? ആ കേസിന് അടിസ്ഥാനം ഇവനിട്ട് തല്ലി കൊടുക്കണമല്ലോ. എന്റെ അഭിപ്രായം അവനോട് തല്ലി കൊടുക്കണം. ഞാൻ കണ്ടോണ്ടിരിക്കുക അവിടെ. അവൻ മൊബൈലിൽ ഫോൺ പടം എടുത്തോണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ഈ പടം വെച്ച കേസ് പ്രതിയാക്കുന്ന പിള്ളേർ. ഇവന്റെ സ്വഭാവമാണ്. ഇവര് തീവ്രവാദ സംഘടനപ്പെട്ടു. ഇവനെങ്ങനെ കേരള പോലീസിൽ ഇരിക്കുന്നു? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അല്ലെ ഇരിക്കും അവൻ? വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിൽ, പോലീസ് മന്ത്രിയാണെങ്കിൽ ഇവൻ ഡിപ്പാർട്ട്മെന്റിൽ കാണുമോ? പക്ക ഓപ്പൺ പോപ്പുലർ ഫ്രണ്ടുകാരൻ. നിരോധിത സംഘടനയല്ലേ അത്? അവന്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. എനിക്കെല്ലാം അറിയാം. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് കാര്യമൊക്കെ ഇവിടെ നടക്കുന്ന പേര് വലിയ സങ്കടകരാ. ഇവനൊക്കെ എന്നാ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഏതായാലും ഇത് നന്നാവുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് കാര്യങ്ങൾ ഇനിയും പറയും. എല്ലാം എനിക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുന്നത് മോശമാക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഏതായാലും നമ്മുടെ ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സ്റ്റാൻലിയും പിന്നെ അതുപോലെ നമ്മുടെ കാസയും വളരെ കെവിൻ പീറ്റർ നല്ല സത്യസന്ധമായ കാര്യം പറയും. പിന്നെ ഹൈദർ വന്നിട്ടുണ്ടോ? ഹൈദറി വന്നിട്ടില്ലേ? അവരൊക്കെ വേറെ ഹൈദർ ആണ് വന്നിട്ടില്ലേ? ഇല്ല. പിന്നെ ആരാ വന്നിട്ടുള്ളത്? നമ്മുടെ ആരിഫ് ഹുസൈനുണ്ട്, വിദ്യാസാഗറുണ്ട്. വിദ്യാസാഗർ. അവർ പറയട്ടെ കാര്യങ്ങൾ. അല്ല ഈ പൂഞ്ഞാർ MLA നിരവധി തവണ ബന്ധപ്പെട്ടു. അദ്ദേഹം പങ്കെടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പാർട്ടിയുമായിട്ട് ആലോചിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് അനുമതി ഇല്ല എന്നാണ് പറയുന്നത്. എന്തിനിങ്ങനെ ഒരു ഒളിച്ചു കളി? ഇപ്പോൾ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തണം, അല്ലേ? ക്രിമിനലുകൾ ആരാണെങ്കിലും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ക്രിമിനലുകളാണ്, അല്ലേ? അവരെ പൊതുസമൂഹം അറിയട്ടെ. ഇവരാണ് തെറ്റ് ചെയ്തത്, ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചത് അവരാണ് എന്ന് പൊതുസമൂഹം അറിയട്ടെ. ഇപ്പോ പി സി ഒരു കാര്യം കൂടി, അതായത് 10 പേര് പ്രായപൂർത്തിയാവാത്തവരാണ്, ബാക്കി 17 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ 17 പേരും സബ് ജയിലിലേക്ക് പോയി, കാക്കനാട് ജയിലിലേക്ക് വിട്ടെന്നാണ് എനിക്ക് കേട്ടത്. എന്നു നോക്കാം. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇത് കുളത്തുങ്കൽ ഇടപെട്ടിൽ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് കുറ്റപ്പെടുത്തിട്ട് എന്താന്ന് വെച്ചാൽ അയാൾ MLA ആയിട്ടിരിക്കുന്ന ഇവന്മാര് കാരണം. മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ടയിൽ ഇവന്മാരുടെ പ്രചരണമായിരുന്നില്ല. ഇവിടെ ഈ അച്ഛനത്തെല്ലാം കൂടുതൽ 3 അവന്മാരാണ് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തി. ഞാൻ ഈരാറ്റുപേട്ടക്കാരൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു വീട് കയറി പ്രചരണം നടത്തിയ ഇവന്മാരാ. ആ പ്രചരണത്തിലൂടെയാണ് മുസ്ലിം വോട്ട് മുഴുവൻ മേടിച്ചുകൊണ്ടാണ് ജയിച്ചാലേ ജയിക്കല്ലോ അയാള്. അപ്പൊ അയാൾക്ക് നന്ദി വേണം. അതുകൊണ്ട് അയാള് ഈരാറ്റുപേട്ട കുറ്റം പറഞ്ഞ് നന്ദി കിടന്നു എന്റെ ഇപ്പം. പക്ഷേ അതിനെ ആക്രമിച്ച് തന്നെ അവിടെ വന്ന് സ്ട്രോങ് ആയിട്ട് ഭയങ്കര ചൂടായിട്ട് ഈരാറ്റുപേട്ടക്കാരെല്ലാം ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ പരസ്യമായിട്ട് പറയാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്ത്യാനി ഇടയ്ക്ക് പോയി മുസ്ലിമിന് ചീത്ത, മുസ്ലിമിന് ഇടയ്ക്ക് പോയി ക്രിസ്ത്യാനി ചീത്ത പറയുന്ന ആ സംസ്കാരം ശരിയല്ല എന്ന് അയാളെ ഞാൻ അറിയിക്കുന്നു. ഞാനിപ്പോ ഇവിടെ പച്ചയ്ക്ക് എന്റെ കാര്യം പറഞ്ഞു. ഞാൻ എല്ലായിടത്തും എവിടെ ചോദിച്ചാലും ഇത് തന്നെ പറയത്തുള്ളൂ. ഒരു സംശയം വേണ്ട. വേറെ എന്താ അറിയേണ്ടത്? അല്ല, പോലീസുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് PC, അല്ലേ?
PC 100% ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാം 100%. ഞാൻ ഈ ഒരു കളവും പറഞ്ഞ, ഞാൻ അച്ഛനെ നമ്മുടെ വികാരിച്ചനെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനെ ആശുപത്രിയിൽ പോയി കണ്ടു. അച്ഛന് പരിക്ക് കണ്ടു. അച്ഛന് ഇടത് കൈക്ക് നല്ല നല്ല വേദനയുണ്ട് അച്ഛൻ. ഞാനതൊക്കെ ശ്രദ്ധിച്ചല്ല. ചുമ്മാ ഒരച്ഛൻ അങ്ങനെ കള്ളം പറയില്ലെന്ന് ആദ്യം പഠിക്കുക. അച്ഛൻ വളരെ ദുഃഖിതനാണ് ഇങ്ങനെ സംഭവം ഉണ്ടായാലും. അച്ഛന് ഈ ഗേറ്റ് അടച്ചെങ്കിലോ എന്ന് വിചാരിച്ച് അച്ഛന് നേരെ ഭീകരമായിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് മനസ്സിലായില്ലേ? കാരണം അച്ഛൻ അടയ്ക്കുന്നതിന് അച്ഛൻ ഇടിച്ചിട്ട് രക്ഷപ്പെടാനാണ് നോക്കിയത്. അച്ഛൻ ഇടിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവന്മാർ കാർ ഓടിച്ചത്. സംശയം വല്ലതും ഉണ്ടോ? അവിടെ അവന്മാര് നിയമത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടും. ഏതായാലും പോലീസ് 307 ആയിട്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നെങ്കിൽ അറിയില്ല. ഇന്നലെ 307 ആയിരുന്നു. ഇനി അത് മാറ്റിയാൽ അല്ല 307 ഇട്ടത് കൊണ്ടാണല്ലോ റിമാൻഡ് ചെയ്തത് 17 പേര്. അല്ല 307 മാത്രം. ഇത് ഞാൻ ചോദിക്കട്ടെ, അല്ല ലൈസൻസും ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. അതിന്റെ കേസ് വേണ്ട. UAPA തമ്മിൽ മന്ത്രിയാരെ എന്നെ കുഴപ്പം. ഇത് വർഗീയ വികാരം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവന്മാർ നടത്തിയത്. അവിടെ ഇന്നലെ പൂഞ്ഞാറുപള്ളി കൂടി എത്രയാ? അവിടെ കൂടുതൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി, RSകാർ തന്നെയാ കൂടിയേ. അവരുടെ ചൂട് കാണണം. അവർ അത്ര വികാരപരമായിട്ടാണ് സംസാരിച്ചത്. ഇവിടെ ജീവിക്കേണ്ടതെന്ന് അവർ ചോദിച്ചു. മനസ്സിലായില്ലേ? ആ സാഹചര്യം സൃഷ്ടിച്ച ഇവന്മാരാ ഈ 28 ഇവന്മാരെ UAPA നോക്കണമെന്ന് എൻ്റെ അഭിപ്രായം. മേലിൽ ഇതുണ്ടാവരുത്. ഈ കാരണന്മാരൊന്ന് പഠിക്കട്ടെ. ഈ പിള്ളേരെ ചോന് വളർത്തിയിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ പിള്ളേരെ കയറൂരി ഇങ്ങനെ വിട്ടാൽ, മോട്ടോർ സൈക്കിളും കൂടെ സൗകര്യം പോലെ വിട്ടാൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് ഈ കാരണന്മാരൊന്നും അറിയണ്ടേ? ഈ കാരണന്മാരെയും പ്രതിയാക്കണം. അതല്ലേ നിയമം സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച്. ഇതിനകത്ത് 10 പിള്ളേര് പ്രായമാകാത്തവരാണെങ്കിൽ അവരെ അപ്പനെ പ്രതിയാക്കിയിരുന്നില്ലെങ്കിൽ പോലീസിന്റെ പേര് നടപടി ഉണ്ടാക്കും. ഒരു സംശയം വേണ്ട. അപ്പനെയും പ്രതിയാക്കണ്ടേ? ഇവന്മാരെ എല്ലാ അപ്പന്മാരും പ്രതിയായിട്ടെങ്കിൽ വരട്ടെ. അപ്പോഴേ ഈ പ്രശ്നം തീരുള്ളൂ. ഞാൻ കാണിച്ചു തരാം.